ഹലോ ഗൈസ്, അപ്പം നമ്മൾ അരിയെല്ലാം തിളച്ച് ചൂണ്ടി ഞാൻ ഓഫാക്കിയത്. എന്നിട്ട് ഒന്ന് അങ്ങോട്ട് പോയി വരുമ്പോഴത്തേന് നമ്മൾ അരി തിളച്ചു, തിളച്ചു. ഇനി നമുക്ക് ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ഒരുക്കൻ്റെ എടുത്ത് വയ്ക്കാം. ഇന്ന് നമുക്ക് കറി ചുവന്ന പരിപ്പ്, മഞ്ഞപ്പരിപ്പ്, ചക്കക്കുരു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കറി വെക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോവാണ് ഈ സാധനം. ഇത് തഴുതാമത്ര. ഞങ്ങളവിടെ തൊഴാൻ വരുന്ന ഒരു ഫാമിലിൻ്റെ ഞങ്ങളെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അവർ എനിക്ക് ഇടക്ക് മുരിങ്ങേൻ്റെയിലൊക്കെ കൊണ്ടുത്തരും. അപ്പം മുപ്പത്തി കൊണ്ടുതന്ന ഈ ചക്കക്കുരു ഇന്ന് ചൊവ്വാഴ്ചയാണ്, പച്ചക്കറി കിണസാണ് എന്നറിയാം. അപ്പോൾ ഇതെമ്പാടുണ്ട്. അപ്പോൾ ഫാമിലിക്ക് ഇത് കറി വെക്കും. അപ്പം നമുക്കും കൊണ്ടുതന്നാണ്. അപ്പോൾ ഈ ചക്കക്കുരു അമ്മായി നന്നാക്കി തന്നു കേട്ടോ. ഈ ചെമ്മീനും ചക്കക്കുരൊക്കെ അമ്മായി നന്നാക്കി തരും. ഞാനൊന്നും അമ്മേനെ കൊണ്ട് ചെയ്യിക്കല്ല കേട്ടോ. ഇത് ചൊറിഞ്ഞ പണി അതിനെക്കൊണ്ട്. അത് ചൊറിഞ്ഞ പണിക്ക് കുറച്ച് ഞാൻ കണ്ടും തലയൊക്കെ ഉള്ളിടും. അതാണ് അമ്മായി വേഗം നോക്കി തരുന്നത്. അപ്പം ഇന്ന് നമ്മളിത് വെച്ചൊരു കറി വെക്കാൻ പോവാണ്. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ സാധനം തിന്നുന്നതല്ല, അല്ലാത്ത ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. പിന്നെ നമ്മളെ ഡെക്സ ബേബിക്ക് കുഴപ്പമില്ല ആക്കണ്ട്. രാവിലെ മരുന്നൊക്കെ കൊടുത്ത് ഇന്നലെ അവൻ ഛർദ്ദിച്ചിട്ടൊന്നുമില്ല. ഹായ്, ഗുഡ് മോർണിംഗ് മറിവാവേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ ഡെക്സ, ഞാൻ ഹാപ്പി. എൻ്റെ വയ്യായൊക്കെ മറി പറഞ്ഞോ. ലവ് യു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പോയോ? ഞാനിപ്പോൾ വരാവേ. നമ്മൾ ഈ തൈതാമൻ്റെ ഇല, എന്താണ് പറയാ, തഴുതാമൻ്റെ ഇല തിളപ്പിക്കാൻ വെച്ചിട്ടോ. തിളപ്പിച്ചിട്ട് കഴുകി ഊറ്റ. എനിക്കറിയില്ല അതെങ്ങനെയാണ് വെക്കാന്ന്. നമ്മൾ പരിപ്പും ചക്കക്കുരു അങ്ങനെ അടുപ്പത്തുനിന്ന് വറ്റി. ഇത് നമ്മൾ നന്നായിട്ട് വാട്ടി കഴുകി കുറേ വെള്ളത്തിൽ കഴുകി എന്നിട്ട് ഇതിട്ട് കൊടുക്കാം. എന്താണോ എന്തോ ഉപ്പിട്ട് അരപ്പിട്ട് അങ്ങനെ നമ്മളെ തഴുതാണോ കറി നമുക്ക് ഇളക്കിയിട്ട് തിളപ്പിക്കണം. നമ്മുടെ ചോറ് വെന്ത് കറിയായി. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 11:30. നമ്മളെ ചോറും കറിക്കായി. ചൂടും കറി എന്നൊക്കെ പറയണേ. ചോറും കറിയായി. പിന്നെ പച്ചക്കറിയാണ്. ഇന്ന് വെള്ളിയാഴ്ച. അപ്പം നമ്മൾ ഇന്ന് പച്ചക്കറിയൊക്കെ വെച്ച് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വന്ന് നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അത് നിങ്ങൾ മുഖാന്തരം കാണിച്ച് തന്നുകൊണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളെ ഡെക്സ ബേബി നമ്മളെ നോക്കിയിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പം ചെക്ക എന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ലവ് യു. എൻ്റെ മക്കളൊക്കെ മഴയാണ്, കൊടയൊക്കെ എടുത്തുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പിന്നെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ, മഴക്കാലല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഇവിടുത്തെ ചെരുപ്പ് ഊരിയിടാം, എന്നിട്ട് ആ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പം നമ്മളെ ഡെക്സ ബേബി നോക്കുക, അമ്മ എങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പം നമ്മളൊരു കൊട്ടയ്ക്കായിട്ടാണ് പോകുന്നത്. കൊട്ടയും ഒറ്റയ്ക്കായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഡെക്സിയുവാവ നല്ല ഉറക്കിലാണ്. മഴ പെയ്ത് തോർന്ന് പൊൻവെയിൽ ഉദിച്ചു. അപ്പം നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോയാലോ. മഴ പെയ്ത് അലി വിളിയെന്നാണ്. നമ്മുടെ മുറ്റത്ത് അലിഞ്ഞ് വിളിഞ്ഞ് ചെരുപ്പും ഒക്കെ വെള്ളത്തിലാണ്. നമ്മളെ ഇക്കോറി ഞാൻ മൂടി വെച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ വെള്ളം നിറഞ്ഞു പോകൂലേ. എൻ്റെ മിനിക്കുട്ടികളൊക്കെ ഇതിലുണ്ട്. ഫുഡ് കൊടുത്താൽ വരും. നമ്മളെ സൗണ്ട് കേട്ടാൽ തന്നെ കുഞ്ഞുമക്കൾ വരും. എവിടെ കുഞ്ഞുമക്കൾ? എവിടെ എൻ്റെ കുട്ടികളെവിടെ? എവിടെ കണ്ണില്ലേ? അതോ വന്നിക്കിടട്ടോ. നല്ല മക്കളാണ്. ഫുഡ് കഴിച്ചോളിട്ടാ. അപ്പം നമ്മളവർക്ക് ഫുഡ് ഇട്ട് കൊടുത്തു. എയറൊക്കെ പോട്ട് അങ്ങനെ എകർത്തിയിട്ടാണ് വെച്ചത്. വെള്ളം ടാങ്ക് അവർക്ക് കാറ്റും വെളിച്ചും വെള്ളമൊക്കെ അതിലേ അങ്ങ് കിട്ടും. വെള്ളമല്ല എന്തിനെ ഓക്സിജനും
ഉള്ളതും. അങ്ങനെ നമ്മൾ പോകുന്നത് ഇവരെ തേടിയാണ് കേട്ടോ. നമ്മളെ ഇങ്ങോട്ട് പോവാം. ഇവിടെ കുറേ കൃഷ്ണ തുളസി ഉണ്ട് കണ്ടോ. അതാണ് നമുക്കിന്ന് വേണ്ടത്. ഇത് പൊട്ടിച്ചെടുക്കണം. നമ്മൾ അതിൻ്റെ കഴുത്ത് വെച്ച് അങ്ങനെ പൊട്ടിച്ചാൽ വേഗം അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും. മഴയല്ലേ, കുറേ ഉണ്ടാവും. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു കാര്യം കാട്ടാൻ വന്നതാണ്. നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അടുത്തേലേക്ക് വന്നതാണ്. ഇവിടെയും കുറേ ഉണ്ട് ഇലകളൊക്കെ. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിക്കൊട്ട നിറച്ചും തുളസി പറിച്ചും. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മളെ പ്ലാത്തയ്യാണിത്. നമ്മൾ ഉണ്ണിയേട്ടൻ പൊരിച്ചിട്ടാളാൻ പറഞ്ഞ പ്ലാത്തയ്യാണ്. ഇതാ മൂപ്പര് ഇതാ പറയണ, ഇന്നാ പിടിച്ചോ പറഞ്ഞ് നമ്മൾ ധിക്കരിച്ചും കൊണ്ട് വളർന്ന് പോവാണ്. അപ്പം നമ്മളിത് പൊരിച്ച് കളയൊന്നുമില്ല. അതിനൊരു മുളയൊക്കെ വെച്ച് ഞാൻ കെട്ടിക്കൊടുപ്പിക്കാനും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞോട്ടെ, അതിൻ്റെ വേരിനൊക്കെ ഒരു കരുത്തൊക്കെ വരുന്നു. അപ്പം നമ്മൾ ചക്കയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ആകാശം നോക്കി പോവാണ് അല്ലേ. നല്ല കുട്ടികളായിട്ട് വളർന്നോളിട്ടോ. പൊരിച്ചിട്ടാളൊന്നുമില്ല. ഇവിടുത്തെ അച്ഛൻ പറയണ നിങ്ങൾ കേൾക്കണ്ട, അമ്മ പൊരിച്ചിട്ടാളില്ല നിങ്ങളെ. പിന്നെ അല്ല, നമ്മളെ പൈസയാണിത്. വിക്കാരത്തോടെ വളരുന്നുണ്ട്. എൻ്റെ തന്നെ കണ്ണിന് പറ്റൂലേക്കും. അപ്പം നമ്മൾ തുളസിപ്പൂ പറിച്ച് വന്ന്, ഇവിടെയുണ്ട് തുളസിയൊക്കെ. ഈ ചട്ടിയിൽ വളർത്തിയതവർ, അതവിടെ വെക്കട്ടെ. അപ്പം നമ്മളെ ചെടിയൊക്കെ കണ്ടോ. വേഗം ഉണങ്ങാൻ വേണ്ടി ഞങ്ങൾ ശീലകളാണ് അങ്ങനെ ചവിട്ടിയിട്ടിരുന്നത്. അപ്പം നമുക്ക് ലക്സ ബേബി, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്ന അമ്മ? അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന്. അപ്പം നമ്മൾ ഈ തീർത്തപ്പൂ നന്നായി കഴുകിയിട്ട് വെള്ളം വരാൻ വെക്കട്ടെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ കാണിക്കുന്നതായിരിക്കും. എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടാണ് ഞാനത് കാണിക്കുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കി മതിയായതായിരിക്കും. നമ്മളിത് ഇന്ന് രാവിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടതാണ്. അത് നമ്മൾ ആ ചാനലിൻ്റെ പേരും കൂടി പറയാം, അവർക്ക് കിട്ടണ്ടേ. നമ്മളെ ഓരോത് കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കല്ലേ. ചീരുള്ളി മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് നമ്മളിത് കണ്ടത്. അവരെ വീഡിയോയിൽ നിന്നാണ് നമ്മൾ കണ്ടത് തുളസിപ്പൂ. അപ്പം നമ്മളെടുത്തിട്ടുണ്ട്. അപ്പം അവർ 2 എണ്ണം വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരൊറ്റൊന്ന് വെച്ച് ആദ്യം സക്സസ് ആകുമെന്നൊന്ന് നോക്കാം. അപ്പം നമ്മൾ ചേച്ചി ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ചേച്ചീൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ചേച്ചി ഇങ്ങനെ കണ്ട എളുപ്പപ്പണിയിലൊന്നല്ല ഉണ്ടാക്കുക. അവൾ സാധനം മെറ്റീരിയൽ എല്ലാം വാങ്ങിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കള്ളത്തരത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലിടയ്ക്ക് പോവാം. ഇതൊന്ന് കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് വരാൻ വെക്കട്ടെ കേട്ടോ. അപ്പം എൻ്റെ ചക്കരക്കുട്ടികളൊക്കെ ചൊറക്കം മുഴുവൻ തിന്നണം കേട്ടോ. അപ്പം നമ്മൾ തുളസിപ്പൂ കഴുകി കഴിഞ്ഞപ്പോൾ ഇത് എത്ര ഏപ്പിയില്ലേ, ഇത്ര ഏപ്പി. അപ്പം നമ്മളിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതൊരൊറ്റ പിടി, ഒരു പിടിയും ഇത്ര കൂടിയുണ്ട് കേട്ടോ. ഉണ്ണിയേട്ടൻ വിളിക്കണ്ടല്ലോ. അപ്പോഴേക്ക് നമ്മളെ ഉണ്ണിയേട്ടൻ വിളിച്ച്, ഉണ്ണിയേട്ടനൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീട് കച്ചവടമാക്കണം. നമ്മളെ ഏട്ടൻ്റെ മോളെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനെ ഒരു വീട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോഴേക്ക് വീഡിയോ കട്ടായിപ്പോയി. അപ്പം നമ്മൾ ഇതൊന്നടിക്കാം. അപ്പം നമ്മളിതാ 1 ഗ്ലാസ് വെള്ളം എടുത്ത് കേട്ടോ. അപ്പം ഇത് അടിച്ചിട്ട് നമുക്ക് അരിക്കണം. 1 ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ ഈ മിക്സിൻ്റെ സൗണ്ടൊന്നും നിങ്ങളെ കേൾപ്പിക്കണില്ല, ശല്യപ്പെടുത്തണില്ല. നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് പെട്ടെന്ന് വീഡിയോ കഴിയണ വിധത്തിൽ ഇട്ടാട്ടോ. അപ്പം എൻ്റെ ചക്കര മുത്തുകളാണ്. മഴക്കാറൊക്കെ ഉണ്ടല്ലോ. തിരുമ്പിയതൊക്കെ മുറ്റത്തിട്ടിട്ടാണോ പോയത്? ആരും മുറ്റത്തിട്ടുണ്ടോ? ഒക്കെ വേല കൊണ്ടിട്ടില്ലേ, റൂമിലിട്ടോളി, ഇല്ലേ വീടിൻ്റെ ഇറക്കിലൊക്കെ അതിലിട്ടി അവിടെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മളിത് അടിച്ചിടുകയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞു കേട്ടോ. വെയിൽ വന്നോ?
നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കളറാട്ടോ. നമ്മളെ തുളസി പൂവാട്ടോ, തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർത്ത ഞാൻ. അപ്പൊ നമ്മള് ഇത് നന്നായി നമുക്ക് അരിച്ചിട്ട് എടുക്കണം. എന്റെ സുന്ദരി മക്കളല്ലേ, നമ്മളെ കണ്ണന്റെ തുളസി കേട്ടോ, കൃഷ്ണ തുളസിയാണ് നമ്മളിതിൽ ചേർത്തിയത്. നമ്മളെന്താണ്, നമ്മളെ ആരോഗ്യവും നമ്മളെ സൗന്ദര്യവും ഒക്കെ വെക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിണ്ടാവും അല്ലേ, ഏകദേശം പിടികിട്ടിണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ മിക്സിന്റെ ജാറൊക്കെ ഒന്ന് ഇച്ചിരി കൂടി വെള്ളത്തിൽ കഴുകി നമ്മൾ തൂവി കണ്ണ കണ്ണ നിക്കി 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 തെക്കി പിഞ്ഞ് എൻ്റെ സത്തങ്ങെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു സുന്ദരി മക്കളാട്ടോ, നല്ല ചക്കര കുട്ടികളാട്ടോ, ഞങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി വെക്കണേ. ഞാൻ ആ കുട്ടീൻ്റെ കണ്ടിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളൊന്ന് ഉണ്ടാക്കാൻ എല്ലാതും നമ്മളൊന്ന് ശ്രമിക്കണം, അത്ര തന്നെ. പക്ഷെ വർക്കുള്ളവർക്കൊന്നും പറ്റൂല കേട്ടോ, പാവം അവർക്ക് വർക്കൊക്കെ ഇല്ലേ. പിന്നെ നമ്മളെ ഈ ഇതിൽ ഷോർട്ട് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, പിന്നെ നമ്മളെ പെൺകുട്ടികളെ പണി പഠിപ്പിക്കണം, പണി പഠിപ്പിച്ചില്ലേ പോയോടത്ത് പോയാൽ അവർ ബുദ്ധിമുട്ടും. വീട്ടിലെ പണി പഠിച്ചില്ലെങ്കിൽ, വീട്ടിലെ പണി പഠിച്ചില്ലേ പിന്നെ പഠിപ്പിക്കണം. അപ്പോൾ പഠിപ്പിച്ചാലും പണിയെടുക്കണം, വർക്കിനും പോകണം, പണിയെടുക്കണം അല്ലേ. വർക്കിന് പോയാൽ നമുക്ക് പൈസ കിട്ടൂലേ, നമുക്ക് ഒരാളെ കയ്യും കാലും പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് പോലും 10 ഉറുപ്പിക ഒന്നും വയ്ക്കേണ്ട ആവശ്യമുണ്ടാവും. വേണ്ടല്ലോ, വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ കുറേ കാലം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾക്ക് സ്റ്റിച്ചിങ്ങൊക്കെ നന്നായിട്ട് വരികയായിരുന്നു. പിന്നെ ഞാൻ തന്നെ നിർത്തിക്കളഞ്ഞു. ഒരു പ്രായമായ മടി വരുന്നേ, മടി കൊണ്ടും ഒക്കെയാണ്. അപ്പം നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് നല്ല പച്ച കളറില്ലേ, എന്തിനാ നമുക്ക് കൂട്ട് കളർ കൂട്ടൊക്കെ നമുക്ക് നല്ല തുളസീൻ്റെ മണം. അപ്പം നമ്മൾ ഇപ്പോൾ വരാവേ, എൻ്റെ സുന്ദരി കുട്ടികൾ പോവരുതേ, വീഡിയോ ഇട്ട് പോവരുതേ, മുഴുവൻ കാണണേ. ഹലോ, ഇപ്പോൾ മനസ്സിലായോ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? നമ്മൾ ഈ സോപ്പ് വെച്ച് ഒരു സോപ്പ് വെച്ച് നമ്മൾ 2 സോപ്പ് ഉണ്ടാക്കും. 2 സോപ്പാണോന്നൊന്നും അറിയില്ല, 4 സോപ്പാണോന്നും അറിയില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് കട്ട് ചെയ്തിടാം കേട്ടോ. ഇത് നല്ല ഉണക്കി തുടച്ച് വെച്ചതാണ്. അപ്പം നമ്മൾ പേഴ്സ് എണ്ണയാകുമ്പോൾ നമുക്ക് നല്ല മണല്ലേ, നല്ല സ്മെല്ലല്ലേ കേട്ടോ. ആർക്കും നമുക്ക് എപ്പോഴും അവൾ പറയുന്നത് തിന്നാൻ തോന്നുന്നു, ശരി തന്നെയാണ്. അത് കണ്ട തിന്നാൻ തോന്നുന്നു. ചെറുപ്പത്തിൽ ഒരു കഷ്ണം കടിച്ചാലോ എന്നൊക്കെ വിചാരിക്കും, കുഞ്ഞു മക്കളെ കുളിപ്പിക്കുന്നു. അപ്പം നമ്മളിതിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ. എന്താണ് നല്ല സ്മെല്ലുള്ള എന്താ കഷത്ത് കട്ടി, അതിൻ്റെ ചുറ്റിലൊക്കെ പോയിട്ട് ഉറുമ്പ് കടിച്ച് തോന്നുന്നത്. അപ്പം നമ്മൾ ഇത് അരിഞ്ഞിട്ടിട്ട് കാണാം. നമ്മൾ വീഡിയോ ചെറുതായിരിക്കണ്ടേ, എന്നാലല്ലേ എൻ്റെ കുട്ടികൾ പെട്ടെന്ന് കണ്ടിട്ട് പോകുള്ളൂ. വർക്കുള്ളവരൊക്കെ മതി ഇനി ഈ യമനെ കണ്ട് മതിയായി എന്ന് വെച്ചിട്ട് ഇട്ടിച്ച് പോകൂലേ, പോവും. അപ്പം നമുക്ക് ഇതരിഞ്ഞിട്ട്, അപ്പം ഞാൻ വിചാരിച്ചല്ല അരിയുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി സംസാരിക്കാമല്ലോ. പണിയെടുക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പ്രയാസമാവില്ലേ. അപ്പം ഈ കുർമാണി എന്ന് പറഞ്ഞ കിളി കരയുന്നുണ്ടോ, ഞങ്ങളവിടെയൊക്കെ കുർമാണി എന്ന് പറഞ്ഞ കിളി കരഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ പിരിസാവാണ്ടായാലാണ് കരയാറ്. ശരിയാ, സത്യം. ഈ കുർമാണി കരഞ്ഞാൽ നമ്മൾ നേരെ വെളുക്കുമ്പോഴത്തേന് ഏതോ ഒരാൾ നമ്മളെ ഇവിടെ ഉള്ളവരാകും. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്, അത് റെഡിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എന്നിട്ട് ഭയങ്കര സങ്കടമായി. നമ്മളെ മക്കളൊക്കെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അമ്പാടിക്കണ്ണുണ്ടായേ. അപ്പോൾ ഒന്ന് ഉണ്ടാവണം എന്ന് വിചാരിച്ചപ്പോൾ കുർമാണി കരയും. അപ്പം അമ്മായി പറയും, നമ്മൾ കേട്ടില്ലേ, നമ്മളെ കേൾക്കാൻ വേണ്ടി പറയും, കുർമാണി കരയുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ ബേബീൻ്റെ ഡേറ്റ് ഒക്കെ. അപ്പോൾ ദേഷ്യം വരും. ഞാൻ ഉണ്ണേട്ടോട് ഉണ്ണേട്ടാ നോക്കി, ഉണ്ണേട്ടാ കുർമാണി കരഞ്ഞ്
കുർബാനി കരഞ്ഞുണ്ട്. ആരും അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല സത്യം. അതൊക്കെ പറയും ഏത് കരണ്ട് കരഞ്ഞാലും ആവണ്ടേ ആവും. ശരി തന്നെയാണ്, കുർബാനി കരഞ്ഞ ആവും, പക്ഷേ നമ്മളാവണ്ടേ നമ്മളാവും. അപ്പൊ കുഞ്ഞാവും. അപ്പൊ നമ്മളിതാ സോപ്പ് അരിഞ്ഞിച്ചിരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ വർക്കിലേക്ക് പോവാണ്. നമ്മളൊന്ന് കൈ കഴുകി വരാവേ. അപ്പൊ നമ്മൾ ലേശം വെള്ളതാ ഈ പാത്രത്തിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം ചൂടായതിന് ശേഷം നമുക്ക് ഈ പാത്രം അതിൽ ഇറക്കി വെച്ചിട്ട് അലിയിക്കണം. അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയൂട്ടോ. നമുക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് ഒഴിക്കാനൊരു പാത്രമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തതാണ്, ഒരു പ്ലേറ്റ് നന്നായി ഉണക്കി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒഴിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സോപ്പില്ലേ, അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുത്തിട്ട് തയ്ക്കാം. അപ്പം പിന്നെന്താ, ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, ദേവതമാർ ജോഡി തന്നെ പൂ മറന്നുവോ. നമ്മളെ സൂര്യോദയത്തിലെ സൂര്യൻ്റെ വീട്ടിലെ ഫാമിലീൻ്റെ പാട്ടൊക്കെ ഞാൻ കേൾക്കൂട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യനെ. നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗിൽ പാടിയ കുട്ടിയാണ്. നമ്മൾ വീഡിയോ ഒക്കെ ഒരു ചാഞ്ഞോട്ടം വരുന്നുണ്ട്. അപ്പം നമ്മൾ കട്ടാക്കിയതിന് ശേഷം നമുക്ക് തുടങ്ങാം. നമ്മൾ ഇത് ഇളക്കാനായിട്ട് പപ്പടക്കോല എടുത്തത്, സ്പൂണൊന്നും എടുത്തില്ല. ഇത് നമ്മൾ പിന്നെ കറിയൊന്നും വിളമ്പാത്ത പാത്രമാണ്. അപ്പോൾ കറി വിളമ്പുന്ന പാത്രം വേറെ ഉണ്ട് കേട്ടോ. അതിൽ നമ്മളൊരു സാധനം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിയൊന്നും ഇല്ലാത്ത പാത്രങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ തേക്കാൻ എടുക്കുന്നതല്ലേ. അപ്പം നമ്മൾ വെള്ളം തിളച്ചു കൊണ്ടിരിക്കണ്ടേ. അപ്പം നമുക്ക് ഈ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതങ്ങോട്ട് ഉരുകട്ടെ. അങ്ങനെ ഉരുകട്ടെ. നമ്മൾ സോപ്പ് ഉരുകിക്കൊണ്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ സോപ്പ് ഉരുക്കുകയാണ് കേട്ടോ. ഉരുകുന്നുണ്ട്, ഉരുകി വരുന്നുണ്ട്. ഇത് ഉരുക്കിയിട്ട് നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മൂടി വെളിച്ചെണ്ണ. നമ്മൾ ഇത്തിരി കൂടി നീട്ടല്ലേ നമ്മളെ സോപ്പ് അല്ലേ. നമുക്ക് ഒരു സോപ്പിന് 2 സോപ്പ് കിട്ടിയാലേ നമുക്ക് വെച്ചാൽ അല്ലേ. നമ്മളെ ഗ്യാസും ഇതൊക്കെ ചിലവാകുമ്പോൾ നമുക്കതിൽ വല്ല ലാഭമുണ്ടോ കുട്ടികളെ പറഞ്ഞു. എന്നാലും നമുക്ക് നല്ല നാടൻ സാധനങ്ങളൊക്കെ അതിൽ ചേർക്കാൻ പറ്റിയല്ലോ. നമ്മൾ കുറച്ചെടുത്ത് ചേർത്തു. വീഡിയോ ഓണാക്കിയിരുന്നു. കുറച്ച് ഇത് ചേർത്തു. അത് ഞാൻ ഓണാക്കിയിരുന്നു. ഇതും ചേർത്തു കേട്ടോ, ഗ്ലിസറിൻ. അപ്പോൾ നമ്മുടെ ശരീരം നോക്കട്ടെ. ഇത് നല്ല വെള്ളമായി. അത് നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം. ഒന്ന് ചൂടാവട്ടെ. മിക്സ് ചെയ്തിട്ട് നന്നായി ചൂടാവും. നമ്മൾ പ്ലേറ്റിലാവുമ്പോൾ നമുക്കത് കട്ടൊക്കെ കിട്ടുമോ? ഇത് ഇത്രക്കെല്ലാം ഉള്ളൂ ഗൈസ്. എന്തിനോ എന്തോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, ദേവതമാർ ജോഡി തന്നെ പൂ മറന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ പറഞ്ഞത്. കാരണം പ്ലേറ്റിലാവുമ്പോൾ പരന്നിട്ട് നമ്മൾ സോപ്പ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടയുണ്ടാകും. കാരണം വെച്ചാൽ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ തടവി കൊടുക്കാം കേട്ടോ. അതിൽ സോപ്പ് ഇത് പറഞ്ഞാലൊന്ന് തിളച്ച പാടെ നമുക്ക് ഓഫാക്കാം. നമ്മൾ വെള്ളത്തിൽ നിന്ന് തിളച്ച് വരണ്ടേ. എന്തിനോ എന്തോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ. ഇത് വെള്ളത്തിൽ വെച്ചിട്ട് തിളക്കില്ല. അപ്പം ഞാൻ ഗ്യാസുമ്മൽ വെച്ചൊന്ന് തിളപ്പിച്ച്
എന്താവോ എന്തോ എനിക്കറിയില്ല. എന്തായാലും വേണ്ടിയില്ല, ഞാനത് ഉണ്ടാക്കി. ഇത് സക്സസ് ആയാൽ നമ്മൾ കണ്ടുമുട്ടും. ഇല്ല, ഇതോടുകൂടി എൻ്റെ വീഡിയോ അങ്ങോട്ട് ഞാൻ ഒഴിവാക്കും. ഇതോടുകൂടി ഈ വീഡിയോ അല്ല, ഈ വീഡിയോ അത് ഒഴിവാക്കും. ചിലർക്ക് നന്നാവും, ചിലർക്ക് നന്നാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം അവർ പറഞ്ഞത് അല്ലാത്ത സാധനങ്ങൾ കുറച്ച് ചേർക്കുന്നുണ്ട്. ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്, തിരി കണ്ടീഷണർ ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് വൃത്തിയാവണ്ടേ തന്നെ. അടിപൊളി സാധനങ്ങളൊക്കെയാണ് ചേർത്തിയത്. ഞാനത് അണിയിക്കൊന്നും അങ്ങോട്ട് പോട്ടെ. അപ്പം നമ്മളിത് ഉണ്ടാക്കി വെച്ച് പാർന്ന് വെച്ചിട്ട് അപ്പം നമ്മളിത് പാർന്ന് വെച്ചിക്കണത് എന്നാ സെറ്റാവുമെന്നൊന്നും അറിയില്ല. സെറ്റായാൽ നമ്മൾ തമ്മിൽ കാണുക ഈ വീഡിയോ ആയിട്ട്. ഇല്ല, ഈ വീഡിയോ നമ്മൾ യൂട്യൂബ് കാണൂല. അപ്പം ഓക്കെ, ഇത് കൊളായത് കാട്ടിത്തരുന്നുണ്ട്, റെഡി ആയത് കാട്ടിത്തരുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയതല്ലേ, നമ്മൾ എന്ത് തന്നെ ഉണ്ടാക്കിയാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യും. അതിലേക്ക് ഒരു മടിയില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. നമ്മൾ ചോറും കരയ്ക്ക് അതിൻ്റെ കഴിക്കാനൊന്നും ആയില്ല. അപ്പം ചക്കര മുത്തുകളൊക്കെ ചോറുന്നോളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സമയം എത്രയും ഒന്ന് നോക്കിയിട്ട് വരാം. പന്ത്രണ്ടര ആയിട്ടുള്ളൂ സമയം. ഇനിയുണ്ട് 1 മണിക്കൂർ ചോറുന്നാണ്. 1:30 നമുക്ക് ചോറുന്ന. അപ്പം നമ്മൾ വീഡിയോ നിർത്തൂല. ഇത് നന്നായില്ലെങ്കിൽ അതും കൂടി ഇതിൽ ആഡ് ചെയ്യും കേട്ടോ. ചക്കരമ്മ, പഞ്ചാരമ്മ, ശർക്കരമ്മ കേട്ടോ. ഹലോ ഗൈസ്, നമ്മളെ സോപ്പിൻ്റെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ, സോപ്പ് ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുക. ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതിൽ പാർന്ന് വെച്ചിരിക്കുകയാണ്. ഇനി എത്ര ദിവസമാണെന്നൊന്നും അറിയില്ല. നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. റെഡി ആയാൽ ഓക്കെ. ഒരാളിൽ നിന്ന് 3 ആളായിട്ടിരിക്കുകയാണ്. പിന്നെ ഔഷധ ഗുണങ്ങളൊക്കെ നമ്മൾക്ക് ഇതിൽ ചേർന്നുണ്ട്. ഓക്കെ. നമ്മളിവിടെ കറണ്ട് ഇല്ല ഗൈസ്. ഇതൊന്നും ഇങ്ങോട്ടേക്ക് കാട്ട്. കറണ്ട് ഇല്ല. നമ്മളെ സോപ്പ് സെറ്റായോ നോക്കാൻ നമ്മൾ. സെറ്റ് വെളിക്കാട് വെളിച്ചെണ്ണ അതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ മുന്നിൽ നിൽക്കണം. സെറ്റ് ചെയ്തിട്ടോ, വെള്ളം പോലുള്ള സംഭവമാണ്. അപ്പം നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറക്കണ്ടേ, കറണ്ട് വന്നിട്ട് നോക്കിയല്ലേ മോനെ. ഇന്ന് നമുക്ക് കറണ്ട് പോയിട്ട് ഒരു 2 മണിക്കൂറായ മോനെ. 8:30 പോയിട്ട് 1.5 മണിക്കൂറായിട്ടുള്ളൂ. കറണ്ട് ഇല്ല ഇനി. അപ്പം നമ്മൾ ഈ വിളക്ക് കത്തിച്ചിട്ടാണ് എൻ്റെ അമ്മ ഫുഡ് കഴിക്കുന്നത്. ചപ്പാത്തിയാണ്. അപ്പം നമ്മളെ സോപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അയ്യോ ബാമേ, നമ്മളെ സോപ്പ് വെള്ളം നല്ല കേട്ടോ. അതിലെ മെഴുക്കുകളും ഇതൊക്കെയാണ് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അമ്മോ, പിയേഴ്സിൻ്റെ മണം സഹിക്കാൻ കൂടില്ല. അപ്പം നമ്മൾ 3 സോപ്പാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിത് തട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സോപ്പായിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചെയ്തിട്ട് നമ്മളിപ്പം 9:50 എടുക്കുകയാണ് കേട്ടോ. കവറൊക്കെ വെട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഈ കത്തി വെച്ചൊന്ന് ഇങ്ങനെ ആക്കി റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കമഴ്ത്തുന്നു. ആമ്പള സോപ്പ് സെറ്റ്. എൻ്റെ മോൻ ക്ലാപ്പ് അടിച്ചിട്ടോ അമ്മൻ്റെ സോപ്പിന്. അടിപൊളി. എൻ്റെ ഡെക്സ ബേബി പെഡിഗിരി ഒക്കെ തിന്ന് കിടന്നു. അപ്പം നമുക്ക് ഇതും കൂടി തട്ടിയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ 1 2 3 സോപ്പ് ഉണ്ടാക്കി. അപ്പം നമുക്ക് ഇതിലത്തെ സോപ്പാണ് ഇഷ്ടമായത്. ഈ ബൗളിൽ ഉണ്ടാക്കിയതാണിത്. അത് ഞാൻ എടുത്തപ്പോൾ കുറച്ച് ഇത് റൗണ്ട് ചെയ്തപ്പോൾ അവിടെ ഒരു മേശ മുറിഞ്ഞ പോലെയായി. അപ്പം നമ്മളെ മോൻ അതൊന്ന് മുഖം കഴുകും, എന്നിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മളെ സോപ്പ് ഇവിടെ റെഡി.
ഹലോ ഗൈസ്, അവൻ കഴുകിയിട്ട് എന്നോട് പറയും ഇതിൽ വരൂലാന്ന്. അപ്പം നമ്മൾ കഴുകിയിട്ട് നമ്മളെ മുഖം കാണിച്ചു തരുന്നതായിരിക്കും. ചിന്തരി വാവേ ചായുറങ്ങ്, എൻ്റെ ഡെക്സ ബേബി ചായുറങ്ങ്. അമ്മ സോപ്പ് ഉണ്ടാക്കിയ കഥയൊന്നും അവൻ അറിയുന്നില്ല. 3 സോപ്പ് ഉണ്ടാക്കി. ഹലോ, അപ്പം നമ്മളെ സോപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ നമ്മളെ സോപ്പ് സെറ്റായി. നമ്മളിതാ അപ്പം നമ്മളിത് പിന്നെ നല്ല ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല സോപ്പട്ട. ഇന്നൊരു ദിവസം കൊണ്ടായതല്ലേ. അപ്പം നമ്മൾ ഇച്ചിരി മെഴുക്കട്ട കുട്ടികളെ കൊണ്ട് നമ്മളിത് മുഖം കഴുകിയിട്ട് കാണുന്നതായിരിക്കും. അപ്പം നമ്മളിത് പോയി പൊതിഞ്ഞ് സേവ് ചെയ്ത് വെക്കാണ്. നമ്മളെ സോപ്പ്, നമ്മളെ ചേച്ചി തന്ന സോപ്പ് ഇവിടെ ഉണ്ട്. അത് തീർന്നതിൻ്റെ ശേഷം നമ്മളിത് എടുക്കുന്നതായിരിക്കും. എന്തൊരു മണാട്ടോ, നല്ല മണമുണ്ട്. അപ്പം നമുക്ക് ഒരു സോപ്പ് കിട്ടി. രണ്ടാം സോപ്പ്. നീ പോണ ഇതില് കാണൂലടാ. ഓനെ കാണാൻ പറ്റില്ല. ഓൻ ആരാ പോ? തമ്പുരാനായിട്ടില്ല, ഷർട്ട് ഇട്ടില്ല, അതാണ്. അപ്പൊ നമ്മളെ രണ്ടാമത്തെ സോപ്പ് ഇതാ നമ്മൾ പൊതിയുന്ന. അപ്പൊ നമ്മൾ അതും ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാണ്. കൺമണി ഒന്ന് പാടടാ അപ്പോ. ഒന്ന് പാടിയിട്ട് പോടാ. 2 വരി. കൺമണി അൻപോടെ പൊന്മണി പാട്. പൊന്മണി നിൻ വീട്ടിൽ സൗഖ്യമാ, ഞാനിരിക്കും സൗഖ്യമേ. സൗഖ്യമാണ്. നമ്മള് സോപ്പ് ഉണ്ടാക്കി അവള് അടിപൊളിയായി. അപ്പൊ നമ്മളെ സോപ്പ് ഭൂതാപ്ത സോപ്പ് നല്ല ഭംഗിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ചുന്തരി വാവി ചായുറങ്ങി. അപ്പൊ നമ്മള് ഒന്നിൽ നിന്ന് നമ്മൾ 3 വന്നതാണ്. അപ്പൊ നമ്മള് 3 സോപ്പ് ഉണ്ടാക്കി. എൻ്റെ ചേച്ചി പറഞ്ഞ് എൻ്റെ സോപ്പ് ഉണ്ടാക്കണമൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ ഞാനും ഉണ്ണിയായിരുന്നു ഒരു അടി ഉണ്ടാക്കണം പൈസക്ക്. അപ്പം അതൊന്നും വേണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ. പിന്നെ ചേച്ചിൻ്റെ അടുത്ത് പോയി സോപ്പ് എടുത്തോട്ടെ. അപ്പം നമ്മൾ ഈ സോപ്പിൻ്റെ കഷ്ണം ഇട്ടിട്ട് ശരി, അത് ഈ വക്കത്ത് കിടന്നാണ്. അപ്പം അതിട്ടിട്ട് നമ്മൾ മുഖം കഴുകിയിട്ട് കാണിച്ചു തരാം. നമ്മൾ കുറിയിട്ടത് അതൊക്കെ. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. നമ്മളെ എന്തിന്റെ സോപ്പ്? കൃഷ്ണ തുളസിന്റെ സോപ്പ്. പുൽകാൻ നീ വന്നു. വിട്ടങ്കിഴക്ക് പൊട്ടകുത്തി കാന്തി പരന്നു. കണക്ക തീരങ്ങൾ തേടി നടന്നപ്പോൾ മോഹാനുരാഗം കഥ പറഞ്ഞു. വാനവും പോലെ ഊളവും തീരവും പോലെ ജന്മം നീ ഒരു ജന്മം നീ വന്നക്ക് വരുന്നറിയില്ല. എൻ്റെ പാട്ട് പാടി ഞങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. ഇതൊക്കെ വടിച്ച് തുടച്ചിട്ട് നമ്മൾ മുഖം കഴുകുന്നതായിരിക്കും. ഇതാ സോപ്പിൻ്റെ അംശമാണ്. നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഞാൻ മുഖം കഴുകുന്നത്.
നല്ല പതയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സോപ്പിൽ നിന്ന് 3 സോപ്പായതല്ല. അപ്പൊ 11 വരെയൊക്കെ കുറഞ്ഞു ചോദിച്ചപ്പോ നമുക്ക് 11 വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മുഖമൊക്കെ കഴുകി സുന്ദരമാൻ മുഖം. സൂപ്പറല്ലേ? നമ്മളെ മുടിയൊക്കെ ഒന്ന് അപ്പൊ അല്ല ഗൈസ്. അപ്പൊ നമ്മള് പിന്നെ സോപ്പൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മുഖം കഴുകി നമ്മളെ മുഖമൊക്കെ തിളങ്ങിന്ന് പറയാം. തിളക്കൊക്കെ അല്ലെങ്കിലും ഉണ്ടെന്ന്. നമ്മൾ ഇപ്രായത്തിൽ ഈ തിളക്കണ്ടല്ലോ അല്ലെ? അതെന്തുകൊണ്ട് നമ്മളെ ഫെയർ ലവ്ലിന്റെ രഹസ്യം കേട്ടോ. അപ്പൊ നമ്മള് പിന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പ്രാന്തമാണീൻ്റെ അരിയുണ്ട്. നമ്മളെ വീഡിയോക്ക് ചാഞ്ചാട്ടം വന്നല്ലോ, ഓഫാക്കി ഓണാക്കാം. അപ്പം നമ്മൾ മുടിക്കൊന്ന് സെറ്റ് ചെയ്ത്, മുടി സെറ്റ് ചെയ്തല്ലോ, മുടി വാരി കെട്ടിയത്തം തന്നെ, വേറെ ഒന്നും ചെയ്തില്ല. നമ്മളെ സോപ്പ് നന്ന് തോന്നിട്ടോ. നമ്മൾ ഇത്തിരി ഒരു തിളക്കൊക്കെ ഇട്ടോ കേട്ടോ. ഇനി നമുക്കിതാ ഇതിലൊന്നും തേച്ചില്ല കേട്ടോ. നമ്മൾ വിചാരിക്കേണ്ട ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തെന്തെങ്കിലും തേച്ചു, ഒന്നും തേച്ചില്ല. നമ്മൾ മുഖം കഴുകി അത്ര തന്നെ. ഈ സോപ്പിട്ട് മുഖം കഴുകിതാ ഞാൻ ഇപ്പൊ നിറ വെച്ചെന്നൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ അതൊക്കെ വിഡ്ഢിത്തരാണെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളെ മോള് കൊണ്ടു തന്ന സാധനം കേട്ടോ. എന്റെ മുഖത്തൊരു ചെറിയ തരിപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ചേച്ചിയാണ് ഈ സാധനം ഇനി തേക്കണ്ടത്. അങ്ങനെ ഞാനിത് ഇവിടെ എത്തണം. ഇപ്പൊ 2 ദിവസമായി ഞാൻ അതൊന്ന് തേക്കണ്ടത്. എല്ലാവരും ഇതിങ്ങനെ ആക്കി തേക്കുമ്പോഴേക്ക് ബൂതിയാണ് തേക്കാൻ. അപ്പൊ ഞാൻ എൻ്റെ മോളെടുത്ത് പോയി കൊടുക്കുന്ന. അപ്പൊ നമ്മള് ഗുഡ് നൈറ്റ് പറയാന് ചപ്പാത്തി ഒക്കെ കഴിച്ച് നമ്മളെ കണ്ടമുടിയൊക്കെ തൂങ്ങുന്നുണ്ട്. അപ്പോൾ കണ്ടമുടി അവിടേക്ക് വെക്കുമ്പൊക്കെ തേക്കാനുണ്ട്. അവിടെയൊക്കെ നിറം വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൈയിൻ്റെ ഇവിടെ ഭയങ്കര കറുപ്പാണ്. ഇവിടേക്കൊക്കെ നിറണ്ട്, പോക്കൊക്കെ നിറണ്ട്, ബാക്കിയെല്ലാം തടന്നു. ഇവിടെ എന്തൊരു കറുപ്പെന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞോളൂ അവിടേക്ക് ഒന്ന് തിരി തേച്ച് കൊടുക്കേണ്ടി. ഇത് ജമ്മന കിട്ടിയ കരിക്കട്ടി, അത് വേറെ സംഭവമാട്ടോ. അതൊക്കെ ഇത് കൈക്കൊക്കെ തേച്ച് നമ്മളിത് കിടന്നുറങ്ങാവുന്നത്. നമ്മൾ ഉറങ്ങുന്നു. നമ്മൾ മുന്നേട്ട വരട്ടെ. അത്രയോ 9:00 9:00 10:00 മനുഷ്യൻ എന്തൊക്കെ. അത് നന്നായേ. ഞാൻ അറിഞ്ഞില്ല സമയം പോയത്, കറണ്ട് പോയിട്ടേ. അപ്പൊ നമ്മൾ ഉണ്ണേട്ടനെ വിളിക്കട്ടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. ശുഭരാത്രി നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ്.